ഓക്കെ, അപ്പോൾ എന്താണ് സ്നേഹത്തിൻ്റെ പാഠം, ദ ചാപ്റ്റർ ഓഫ് ലവ് എന്നറിയപ്പെടുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ ഇതിൽ വരാൻ സാധ്യതയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അത്യാവശ്യം ഞാൻ പറയല്ലോ ഇനോർഗാനിക്കിൻ്റെ കംപ്ലീറ്റ് ഇനോർഗാനിക്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതൊന്ന് വളരെ തിയറിറ്റിക്കലായിട്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതൊന്ന് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് വരാൻ സാധ്യതയിൽ എന്ത് ചെയ്യാം, നമുക്ക് NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ 217 എക്സാമ്പിൾ 8.1 ചെയ്യുക, അത് എക്സാമിന് വരും. പേജ് നമ്പർ 218 ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻ 8.1 ചെയ്യുക, അത് എക്സാമിന് വരും. പേജ് നമ്പർ 221 ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻ 8.2 ചെയ്യുക, എക്സാമിന് വരും. കുറേ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസാണ് ഈ പറഞ്ഞ. പേജ് നമ്പർ 223 ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻ 8.3 ചെയ്യുക, അതും എക്സാമിന് വരും. ഇതിൽ എനിക്ക് വേണ്ടിക്കൽ എല്ലാ ക്വസ്റ്റിനും വേണ്ടിക്കൽ മാർക്ക് ചെയ്യാൻ പറ്റും, കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പേജ് നമ്പർ 224 എക്സാമ്പിൾ 8.4 ചെയ്യുക, എക്സാമിന് വരും. ഇത് ഓരോ പേജ് മറിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ആണല്ലോ. എക്സാമ്പിൾ പേജ് നമ്പർ 226 എക്സാമ്പിൾ 8.5 ചെയ്യുക. പേജ് നമ്പർ 227 എക്സാമ്പിൾ 8.7 ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 8.6 ചെയ്യുക. അതേപോലെ 8.7 ചെയ്യുക. അതേപോലെ ഈ പറഞ്ഞ നമ്മളെ ഇത് 228 എക്സാമ്പിൾ 8.8 ചെയ്യുക, എക്സാമിന് വരും. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത പോലെ. 231 ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 8.9 ചെയ്യുക, എക്സാമിന് വരും. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ടു പൊട്ടാഷ്യം ഡൈക്രോമേറ്റും പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ മെത്തേഡ്, പ്രിപ്പറേഷൻ മെത്തേഡ് നിർബന്ധമായിട്ട് രണ്ടും എഴുതിയിട്ട് തന്നെ പഠിച്ചിരിക്കണം. കൈ തേഞ്ഞു പോലും വിഷയമല്ല. പക്ഷെ എന്താണ്, ഇത് അത്രത്തോളം പ്രഷർ ചെയ്താൽ പറ്റും, അത്രത്തോളം എഴുതി പഠിക്കും. ഇത് എന്തായാലും എക്സാമിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും വരും, എൻ്റെ പ്രൊഡിക്ഷനായിട്ട് ഓടിക്കോ. പിന്നെ ആക്ടിനോഡ് സീരീസ്, ലാന്തനോഡ് സീരീസ് പേജ് നമ്പർ 239 എക്സാമ്പിൾ 8.10 ഇൻടെക്സ് ക്വസ്റ്റ്യൻ 8.10 ചെയ്യുക. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ പാടത്തുനിന്ന് ചെയ്തു നോക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ഇനി വരാൻ സാധ്യതയിൽ NCERT, അതായത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷേ ഇതിൽ നിങ്ങൾ കുറച്ച് കുഴപ്പിക്കാൻ ചാൻസിൽ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അധികം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് നമ്മൾ പൊതുവെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുക. ഷോ ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, അതിന് മെൽറ്റിംഗ് പോയിന്റ് ജാസ്തിയാണ്. ഇതിൻ്റെ റീസൺ എന്താ, ഡ്യൂ ടു ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഗ്രേറ്റർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഇൻ്റർ ആറ്റോമിക് മെറ്റാലിക് ബോണ്ടിങ് ഫ്രം N-1 d ഓർബിറ്റൽസ് ഇൻ അഡീഷൻ ടു NS ഓർബിറ്റൽസ്. ട്രാൻസിഷൻ, അതായത് ഇതിൽ ഈ പറഞ്ഞ N-1 d ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസും NS എന്താണ് ഓർബിറ്റലിലെ ഇലക്ട്രോൺ എന്ത് പങ്കെടുക്കുന്നുണ്ട്, ഈ പറഞ്ഞ റിയാക്ഷനിൽ, മെറ്റാലിക് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു എന്തുണ്ടാവും, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത്രത്തോളം എന്ത് ചെയ്യും, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടും. അപ്പോൾ ഇതാണ് നിങ്ങൾ അതിൻ്റെ ആൻസറായിട്ട് എഴുതി കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യന്, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇപ്പം ചെയ്യുന്നില്ല, നമുക്കിത് അടുത്ത ദിവസം ചെയ്യാം. വെൻ കോപ്പർ 2+ അയോൺ ഇസ് ട്രീറ്റഡ് വിത്ത് കെ എന്താ പൊട്ടാഷ്യം അയോഡൈഡ്, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇസ് ഫോംഡ്. ഓക്കെ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് എ കെമിക്കൽ ഇക്വേഷൻ. ആ കെമിക്കൽ ഇക്വേഷൻ എഴുതി നോക്കണം. 2Cu2+ + 4I-, അതായത് K+ എന്ന് അല്ല KI എന്ന് കിട്ടുന്ന സാധനമാണ് ഇത്, K+I-. അപ്പോൾ I- 4 ഉണ്ട്. അപ്പോൾ എന്താ, ആ K+ എന്നുള്ളത് വേറെ പോയി, ഈ എന്താ I- മാത്രം ബാക്കി. 4I- ഗിവിങ് Cu2I, പിന്നെന്താ Cu2I2. ഇതാണ് ആക്ച്വലി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ I2 എന്ന് പറയുന്നത്, അതായത് ഇതിൽ രണ്ടെണ്ണോ എന്താണ് ഈ കോപ്പറിൻ്റെ രണ്ടെണ്ണം ഇതായിട്ട് റിയാക്ട് ചെയ്യും. അതേപോലെ ഇതിൽ ബാക്കി വന്ന രണ്ടെണ്ണം I2 എന്താണ് ഒരു മോളിക്കുലായിട്ട് എന്ത് ചെയ്യും, മോളിക്കുൽ എന്നല്ല, അതായത് I സിംഗിൾ ബോണ്ടാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല, പക്ഷെ എന്താ ഇത് രണ്ടും തമ്മിൽ ഒരു കോവാലൻ ഷെയറിങ്ങിൽ ഇവർ രണ്ടുപേരായി. അതേപോലെ ഇവർ തമ്മിൽ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കി Cu2I2. ഇതാണ് ആക്ച്വലി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഇൻ ദിസ് റിയാക്ഷൻ Cu2 ഇസ് ഫോംഡ് വിച്ച് ബീങ് അൺസ്റ്റേബിൾ ഡിസോസിയേറ്റ്സ് ഇൻറ്റു, അതായത് ആദ്യം ഉണ്ടാവുന്നത് ആക്ച്വലി Cu2 ആണ്, പക്ഷേ ഇത് ഭയങ്കര അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഇത് വീണ്ടും റിയാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, Cu2I2 അതിൽ സ്റ്റേബിൾ കോമ്പൗണ്ടായിട്ട് മാറും. അപ്പോൾ ഇത് -1 കാണിക്കും. അപ്പോൾ ഇതെന്ത് കാണിക്കണം, ഇത് കോപ്പർ, അപ്പോൾ +1 കാണിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയല്ല, അപ്പം +1, അപ്പോൾ ഇത് +2, ഇത് -2, അപ്പോൾ ഇത് ചാർജ് ബാലൻസ് ആയി. ഇനിയാണ് ഈ ക്വസ്റ്റിന് ആൻസർ എഴുതുക. ഈ 12ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്കത് ചെയ്യാം. നമുക്ക് ഇപ്പം കുറച്ചും കൂടി എളുപ്പമുള്ള ക്വസ്റ്റൻസിൽ ഫോക്കസ് ചെയ്യാം. ഓൾദോ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനോയിഡ്സിൻ്റെ കേസിൽ +3 ആണ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പക്ഷേ അതിൽ വരുന്ന ഒരു എലമെൻ്റാണ് സീരിയം. നമ്മൾ CE എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്, അതായത് നമ്മൾ C മാർക്കല്ല, എന്താണ് ക്യാപിറ്റൽ ലെറ്റർ C സ്മോൾ ലെറ്റർ E. ഇറ്റ് ഷോസ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓൾസോ വൈ. ഇതിൻ്റെ കോമൺ ആയിട്ടില്ല +3 ആണ്, പക്ഷേ സീരിയത്തിൻ്റെ കേസിൽ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്, ഇത് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതിന്. എന്തുകൊണ്ട്? ഇതാ, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ആഫ്റ്റർ ലൂസിങ് 1 more ഇലക്ട്രോൺ സീരിയം റിക്വയർസ് സ്റ്റേബിൾ 4f0 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് ഒരു ഇലക്ട്രോൺ, അതായത് ഇപ്പോൾ 4f1 നിൽക്കുന്നുണ്ടോ, അപ്പോൾ ഈ ഒരു ഇലക്ട്രോണും കൂടി ഇതൊന്ന് പോയി കഴിഞ്ഞാൽ എന്താ,
ഇപ്പോൾ അതായത് ഇലക്ട്രോൺസിൻ്റെ ലോസ് ആണെങ്കിൽ ആക്ച്വലി പ്ലസ് കൊണ്ട് നമ്മൾ പ്ലസ് ചാർജ് കൊണ്ട് എന്താണ് ഈ പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതും കൂടി പോയി കഴിഞ്ഞാൽ ഇത് സീറോ ആയി. ഇപ്പോൾ എന്താ ഇത് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്, ഒരു ഇലക്ട്രോണിൽ കൂടി അയാൾ ബാക്കി ഇപ്പോൾ ഇലക്ട്രോണിൽ കൂടി നഷ്ടപ്പെടുത്തിയിട്ട് +3 എന്നില്ല, ഇതിപ്പോൾ 4f1 നിൽക്കുമ്പോൾ +3ലാണ്, ഒരു ഇലക്ട്രോണിൽ കൂടി നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ +4ലാവും. അപ്പോൾ എന്ത് സംഭവിക്കും, 4f0. അപ്പോൾ ഈ സ്റ്റേബിൾ കോൺഫിഗറേഷൻ കിട്ടേണ്ടിയിട്ടാണ് സീരിയം എന്ത് കാണിക്കുന്നത്, ഈ പറഞ്ഞ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യന്, ദ ഹാലൈറ്റ്സ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ബിക്കം മോർ കോവലൻ്റ്. അതായത് ഇതിനൊരു എക്സാമ്പിൾ എന്നാൽ നമ്മളിപ്പം കണ്ടില്ല, ഒരു Cu2I2, ഇത് ആക്ച്വലി ഒരു ഹാലൈഡാണ്, ട്രാൻസിഷൻ എലമെൻ്റ് ഒരു ഹാലൈഡാണ്. അതായത് ട്രാൻസിഷൻ എലമെൻറ്റിൽ കോപ്പർ ഉണ്ട്, ഹാലജൻ ഗ്രൂപ്പിൽ ഹാലൈഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അയോഡിൻ ഉണ്ട്. ഇത് ആക്ച്വലി അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുന്നത്, ഇറ്റ് ബിക്കംസ് മോർ കോവാലൻ്റ് വിത്ത് ഇൻക്രീസിങ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മെറ്റൽ. അപ്പോൾ നമ്മളെ മെറ്റൽ ആയിട്ടിൽ ഇപ്പോൾ കോപ്പർ, ഈ പറഞ്ഞ സിങ്ക് അല്ലെങ്കിൽ വെനേഡിയം, ടൈറ്റാനിയം, ഇതൊക്കെ മെറ്റൽസാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്തോറും ആ പറഞ്ഞ എന്ത് സംഭവിക്കും, അതിൻ്റെ ഈ പറഞ്ഞ കോവാലൻ നേച്ചർ ഇങ്ങനെ കൂടി വരും. ഇതിൻ്റെ റീസൺ ആക്ച്വലി നമുക്ക് ഫജാൻസ് റൂൾ, നമ്മൾ +1 പഠിച്ച എന്താണ് കെമിക്കൽ ബോണ്ടിങ്ങിൽ ഫജാൻസ് റൂൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ്, സൈസ് ഓഫ് അയോൺ ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ് ഡിക്രീസസ്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ അതിൻ്റെ ചാർജ് ഇങ്ങനെ കൂടി വരുന്നത്. അപ്പോൾ എന്താ കൂടുതൽ, അതായത് പ്ലസ് ചാർജ് കൂടുന്തോറും നമ്മളെന്താ അതിൻ്റെ ന്യൂക്ലിയർ ചാർജ്, അതായത് ഇലക്ട്രോൺസ് കുറയും തോറും അപ്പോൾ എന്താ അതിൻ്റെ പുള്ളിങ് പവർ കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മളെ ആ പറഞ്ഞ എലമെൻറ്റ് അല്ലെങ്കിൽ ആ മെറ്റലിൻ്റെ സൈസ് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ആസ് പെർ ഫജാൻസ് റൂൾ, സൈസ് ഓഫ് ദ മെറ്റൽ ആറ്റം ഡിക്രീസസ് കോവലൻ്റ്. അതായത് സൈസ് ഓഫ് അയോൺ ഈ പറഞ്ഞ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏതാണ്, നമ്മളെ കോവാലൻ ക്യാരക്ടറാണ്. അപ്പോൾ സൈസ് കുറയും തോറും എന്ത് സംഭവിക്കും, ഇൻവേഴ്സ് പ്രൊപ്പോർഷനിൽ പ്രകാരം ഈ കോവാലൻ നേച്ചർ കൂടും. അതാണ് ആക്ച്വലി ഫജാൻസ് റൂൾ വെച്ചിട്ട് ഈ ക്വസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് വിത്ത് ആറ്റോമിക് നമ്പർ 61, 91, 101, 109. ഓക്കെ, അതാണ് പണി. അപ്പോൾ 61 വരുന്ന ആക്ച്വലി അതിനെ എലമെൻ്റ് പറയുന്ന പേരാണ്. നിങ്ങൾ ഇതൊന്നും അറിയേണ്ടത് അധികം കേട്ടിട്ടൊന്നുണ്ടാവില്ല. എന്താണ് പീരിയോഡിക് ടേബിൾ പക്ഷേ ഇങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ട്, ഇതിൻ്റെ പേരാണ് പ്രൊമീത്തിയം. അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ PM വെച്ചിട്ട് നമുക്ക് അതിനെ ഷോർട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, Z=61. അപ്പോൾ എന്താണ് നമ്മൾ ആക്ച്വലി ഇത് എഴുതുന്ന സമയത്ത് ഇത് ആക്ച്വലി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വേണ്ടിയൊക്കെ പറയാം. കാരണം ഇതിൻ്റെ നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂ നമുക്ക് അറിയുന്നില്ല, ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ, അതായത് മറ്റേ ഹെയ് നീ ആരാന്നല്ല, അപ്പോൾ ഹെയ് ഞാൻ ആക്ച്വലി ഒരു കോഡ് പറഞ്ഞതാണ്, ഞാനിങ്ങനെ കോഡ് ഓർമ്മിച്ചേക്കലുണ്ട്. ഹെയ് നീ ആരാ എന്നാണ് ഈ പറഞ്ഞ കൃഷ്ണനോ സേവിയറോ അല്ല, കൃഷ്ണനോ സേവിയറോ രാമനോ ഓർഗാനിസനോ ഒക്കെ. അപ്പോൾ നമ്മൾ നോക്കേണ്ട സമയത്ത് ഏതാണോ ഏറ്റവും കൂടുതൽ 61ൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന, അതായത് ഇതിൻ്റെ തൊട്ട് മുൻപ് വരുന്ന എലമെൻ്റാണ് സെനോൺ. അപ്പോൾ സെനോൺ വരെ, അതായത് സെനോൺ വരെയുള്ള കോൺഫിഗറേഷൻ ഈ സെനോണിനെ ഇട്ടിട്ട് ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, 4f5 3s2. ഓക്കെ, ഞാൻ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. സെനോണിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ സെനോണിൻ്റെ എത്ര പറഞ്ഞുതരാം, മറ്റേ ഈ പറഞ്ഞ സെനോണിൻ്റെ ആറ്റോമിക് നമ്പർ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 64 അല്ല 61 എന്ത് കുറക്കണം, എത്ര കുറക്കണം, 5ഉം 2ഉം കുറച്ച് കഴിഞ്ഞാൽ 7 കുറച്ച് കഴിഞ്ഞാൽ 50 എത്ര വരിക, 52ആണോ 53ആണോ വരിക, അല്ല 53 അല്ല 54. ഓക്കെ, സെനോണിൻ്റെ ഈ പറഞ്ഞ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 54. അപ്പോൾ 54 വരെ നിങ്ങൾ എന്ത് എഴുതിയത്, സെനോൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, 4f5 അടുത്ത, അതായത് 5d0, അതായത് ഡി എലമെൻറ്റിൽ ഇലക്ട്രോൺ കയറുന്നില്ല, അതിൻ്റെ പകരം 6s2 അതായത് 6s എന്ത് ചെയ്ത് 2 ഇലക്ട്രോൺ കയറി. അപ്പോൾ എന്താണ് 56 ആയി. ഇനി ബാക്കി ഒരു 5 ഇലക്ട്രോൺ കൂടിയാണല്ലോ, അത് ഈ പറഞ്ഞ 4f, അതായത് അതുകൊണ്ടാണല്ലോ ഇത് ആക്ച്വലി ഒരു എന്താണ് ഈ പറഞ്ഞ നമ്മൾ F ബ്ലോക്ക് എലമെൻ്റായിട്ട് മാറുന്നത്. അപ്പോൾ 4f5, അപ്പോൾ സെനോൺ 4f5, 5d0, 6s2. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ളത് കൂടി ചെയ്യണം. അപ്പോൾ ഈ 91 വരുന്ന മറ്റേ ആറ്റോമിക് നമ്പർ വരുന്ന എലമെൻറ്റിനെ പറയുന്ന അടുത്ത പേരാണ് ആണ് പ്രോടാക്റ്റിനിയം അല്ലെങ്കിൽ PA, Z=91. അപ്പോൾ നമ്മൾ ആലോചിക്കുക ഇതാ ആക്ച്വലി അപ്പോൾ ഈ റെഡോൺ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ഈ 91ൽ അടുത്തായിട്ട് വരുന്നത്. അതായത് എന്താണ് 91 തൊട്ട് മുൻപ് വരുന്ന നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സെനോൺ ആണ്, അല്ല സോറി സെനോൺ അല്ല റെഡോൺ ആണ്. അപ്പോൾ ബ്രാക്കറ്റിൽ RN എഴുതുക. എന്നിട്ട് ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ മറ്റേ റെഡോണിൻ്റെ ആറ്റോമിക് നമ്പർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് തരാം. ഇപ്പോൾ എന്താണ് ഇതിപ്പോൾ 91 അല്ലേ, 91 മൈനസ് ഇതിപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ട്, 1 3 5. അപ്പോൾ ഇതെത്ര വരും, 86 അല്ലേ, യെസ് 86 ആണ് ഇതിൻ്റെ ആറ്റോമിക് നമ്പർ. അപ്പോൾ 86ൽ 3d1ൽ ഒരു ഇലക്ട്രോൺ കയറി, 7s2ൽ 2 ഇലക്ട്രോൺ കയറി, 5f2ൽ അല്ല 5fൽ 2 ഇലക്ട്രോൺ കയറി. അപ്പോൾ എന്താ റെഡോൺ 5f2 6d1 7s2, ഇതാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. അടുത്തത് എന്താണ് നമ്മൾ പറയുന്ന പേരാണ് Z=101 മെൻഡലീവിയം.
ഇത് ആക്ച്വലി ഇതും മറ്റേ റെഡോൺ വെച്ചിട്ട് എഴുതാൻ പറ്റില്ല. കാരണം അടുത്ത് നിങ്ങൾ വിചാരിക്കും ഓർഗാനിസിന് എഴുതാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ, അത് 118 അതിൽ കൂടിപ്പോയി, 101 കൂടിപ്പോയി. അപ്പോൾ അതിൻ്റെ എപ്പോഴും ചെറുത് വരുന്നത് റെഡോൺ തന്നെ, ഏറ്റവും ചെറുത് 86. അപ്പോൾ റെഡോണ് 5F13 6D0, അതായത് ഡിയിൽ ഇലക്ട്രോൺ കയറുന്നില്ല. പിന്നെ അടുത്ത 7s2. ഇതാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. അടുത്തത് Z=109 ആറ്റോമിക് നമ്പർ വരുന്നത് മെയ്റ്റ്നീറിയം അല്ലെങ്കിൽ MT. അതിന് എന്താ, റെഡോണ് 86 വരെ, പിന്നെ 5F14. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് 100 ആയി, ഇത് രണ്ടും കൂടി 100 ആയി. പിന്നെ എന്താ, ഒരു 9 എണ്ണം കൂടി വേണം. 9 ഇലക്ട്രോൺസ് ആകുമ്പോൾ 6D7 പിന്നെ 7s2. അപ്പോൾ ഈ രണ്ടും കൂടി ചേർന്നിട്ട് എന്താ 9 ഇലക്ട്രോൺ കയറിയിട്ട് 109 ആവും. ഇതാണ് ഈ ക്വസ്റ്റിൻ ആൻസർ. ഇപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ക്വസ്റ്റിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്, ദ കെമിസ്ട്രി ഓഫ് ദ ആക്ടിനോയിഡ് എലിമെൻറ്റ്സ് ഇസ് നോട്ട് സോ സ്മൂത്ത് ആസ് ദാറ്റ് ഓഫ് ദ ലാന്തനോയിഡ്സ്. അതായത് നമ്മളൊരു ട്രെൻഡ് പറയുമ്പോൾ, അതായത് ഇപ്പോൾ ആറ്റോമിക് സൈസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്, അതൊരു ജനറൽ ആയിട്ട് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് വരുന്ന ഒരു കർവ്, ഒരു ഗ്രാഫിൽ വരച്ചാൽ ഈ സ്മൂത്ത് ആയിട്ട് വരുന്ന ഒരു കർവായിരിക്കും. അത് ലാന്തനോയിഡ്സിൻ്റെ കേസിൽ ഏകദേശം ഇത് പറയാൻ വേണ്ടി പറ്റും. ലാന്തനോയിഡ്സിൽ കുറച്ച് എക്സെപ്ഷൻ ഉണ്ട്. പക്ഷേ ആക്ടിനോയിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലാന്തനോയിഡിൽ കുറച്ച് നല്ല സ്മൂത്താണ്. പക്ഷേ ആക്ടിനോയിഡിൽ എന്താ സ്ഥിതി, അത്ര സ്മൂത്ത് അല്ല. എന്തുകൊണ്ടാണ്? ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഗിവിങ് സം എക്സാമ്പിൾസ് ഫ്രം ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് അതിൽ നമുക്ക് പല ട്രെൻഡും പറയാൻ വേണ്ടി എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. നമുക്ക് ഇവിടെ അവർ എടുക്കാൻ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ ട്രെൻഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് പറയണം, ഈ പറഞ്ഞ ആക്ടിനോയിഡ് സീരീസിൻ്റെ ആ ഒരു ട്രെൻഡ് അത്ര സ്മൂത്ത് അല്ല എന്ന് കാണിക്കണം. ഐ മീൻ പ്രൂവ് ചെയ്യണം. പ്രൂവ് ദ ക്വസ്റ്റ്യനോ. ആക്ടിനോയിഡ് ഷോ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് സമ്മതിച്ച് ജനറലി. ദർ ഈസ് എ ഗ്രേറ്റർ റേഞ്ച് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് വേരിയിങ് ഫ്രം +3 to +7. ഈ ഒരു +3 മുതൽ +7 റേഞ്ചിൽ എന്ത് കാണിക്കും, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഇതെന്തുകൊണ്ട് ഇങ്ങനെ മാറിയിട്ട് കാണിക്കുന്നത്? ആ വേരിയേഷന് കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു ഫാക്ട് ദാറ്റ് 5F 6D and 7s ലെവൽസ് ആർ ഓഫ് കമ്പയറബിൾ എനർജി. നമ്മളിതാ ആക്ച്വലി പഠിക്കുന്നത്. അതായത് എന്താണ്, മോർ നമ്പർ ഓഫ് ഈ പറഞ്ഞ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് എന്താണ് കമ്പയറബിൾ എനർജീസ് ഓഫ് എന്നാണ് സബ്ഷെൽസ്. അതായത് ഇവർക്കെല്ലാം ഏകദേശം ഒരേ എന്ത് വരുന്നുണ്ട്, എനർജീസ് വരുന്നതുകൊണ്ട് തന്നെ എന്താണ്, അപ്പോൾ ഇവർക്ക് എന്ത് കാണിക്കാൻ പറ്റും, ഈ പറഞ്ഞ നമ്മളെ വേരിയബിൾ ആയിട്ടില്ലേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടി +3 +4 +5 +6 +7. അതായത് ഈ ഇലക്ട്രോൺസ് ഇവിടെ ഇല്ല ഇലക്ട്രോൺ വേണമെങ്കിൽ ഈ 6Dയിലേക്ക് ചാടും, അല്ലെങ്കിൽ 6Dയിൽ ഇല്ല ഇലക്ട്രോൺ വേണമെങ്കിൽ 5Fലേക്ക് ചാടും. അപ്പോൾ കമ്പയറബിൾ എനർജീസ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചാടാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ എന്താ, ഡ്യൂ ടു ദ അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അമോങ് ആക്ടിനോയിഡ്സ് ദെയർ സ്റ്റഡി ബിക്കം സംവാട്ട് ഡിഫിക്കൾട്ട്. ഇങ്ങനെ അയാൾ ഒന്നിക്കൽ +3 കാണിക്കുക, അല്ലെങ്കിൽ ചില സമയത്ത് +5 കാണിച്ചാലും ചിലപ്പോൾ +7 കാണിച്ചാലും ഇങ്ങനെയെല്ലാം കാണിക്കുന്നുണ്ട്. നമ്മൾ ആക്ടിനോയിഡ്സിനെ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ഓരോന്നിൻ്റെ എക്സാമ്പിൾ ഒക്കെ. +4 ഇൻ തോറിയം, +5 ഈ P എന്ന് പറയുന്നത് നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ. P എന്ന് പറയുന്നത് എന്താ, ഈ പറഞ്ഞ പ്രോട്ടാക്ടീനിയം. അപ്പോൾ +6 എന്ന് പറയുന്നത് ഇത് U എന്ന് പറയുമ്പോൾ യുറേനിയം, +7 എന്ന് പറയുമ്പോൾ ഈ NP എന്ന് പറയുമ്പോൾ നെപ്റ്റൂണിയം. ഇതൊക്കെയാണ് ഇതിൻ്റെ റീസൺസ് അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, പിന്നെ അതിൻ്റെ എന്താണ് എക്സാമ്പിൾസ് എന്നും പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വിച്ച് എലമെൻറ്റ് അല്ല വിച്ച് മെറ്റൽ ഇൻ ദ ഫസ്റ്റ് സീരീസ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അപ്പോൾ അത് ഫസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഏതായിരിക്കും, നമ്മൾ 3D സീരീസ് ഏതെല്ലാം, നമ്മളെ സ്കൂട്ടി വിക്രമൻ അല്ല. അപ്പോൾ എന്താ മറ്റേ ഈ ഒരു സ്കൂട്ടി എന്ന് പറയുമ്പോൾ സ്ക്രോൺഷ്യം, സ്കൂട്ടി ടൈറ്റാനിയം, വെനേഡിയം, സ്കൂട്ടി വിക്രമൻ. അപ്പോൾ എന്താ ക്രോമിയം, പിന്നെ മറ്റേ മാംഗനീസ് ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ. അപ്പോൾ എന്താ മറ്റേ അയേണ്, മറ്റേ കൊബാൾട്ട്, നിക്കല്, കോപ്പർ, സിങ്ക്. അടിപൊളി. ഞാൻ മറ്റേ ട്രിക്ക് വെച്ചിട്ട് മറ്റേ മൊത്തം സീരീസ് 3D സീരീസ് മൊത്തം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ട്രിക്കിൻ്റെ. ഇങ്ങനെയുള്ള ട്രിക്സ് എല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. ഞാനിപ്പം പറഞ്ഞില്ല സ്കൂട്ടി വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ, ഇത് വെച്ചിട്ട് ഞാൻ 3D ആ സീരീസിനെ മൊത്തം ഓർമ്മിച്ചെടുക്കുന്നത്. നല്ല ഒരു ട്രിക്ക് അത്. അപ്പോൾ അതായത് ഇതിലെന്താ പറയുന്നത്, എക്സിബിറ്റ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മോസ്റ്റ് ഫ്രീക്വൻറ്റ്. അവർ എപ്പോഴും കാണിക്കുന്ന +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അധികം കാണിക്കും. അതിൻ്റെ റീസൺ എന്താ, നിങ്ങൾ കോപ്പറിന് എക്സാമ്പിൾ നോക്കാം. ആർഗണിൻ്റെ കോൺഫിഗറേഷൻ 18 വരെ, പിന്നെ 3D10 4s ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഇലക്ട്രോൺ കൂടി പോയി കഴിഞ്ഞാൽ 3D10 എന്ന് പറയുമ്പോൾ മാക്സിമം ഡി സബ്ഷെല്ലിൽ 10 ഇലക്ട്രോൺസ് മാക്സിമം പോവാം, മാക്സ് ടു മാക്സ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ഫുൾഫിൽഡ് സ്റ്റെബിലിറ്റി, അപ്പോൾ ഒരു കുറച്ച് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും, അതായത് ഫുൾഫിൽഡ് ഇലക്ട്രോൺസ് വരുന്ന സമയത്ത്. അപ്പോൾ അത് കിട്ടേണ്ടിയിട്ട് അയാൾ എങ്ങനെയെങ്കിലും എന്താണ് ഈ വേണ്ടാത്ത ഇലക്ട്രോൺസ് എങ്ങനെയെങ്കിലും അടിച്ചു എന്താ പറയുക പോകേണ്ടിയിട്ട് കളിക്കും. വെൻ കോപ്പർ ആറ്റം ലൂസസ് 1 ഇലക്ട്രോൺ എക്സ്പീരിയൻസ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇയാൾ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾക്ക് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടി. ആൻഡ് ഫോംസ് കോപ്പർ പ്ലസ് അയൺ വിച്ച് ഇസ് മോർ സ്റ്റേബിൾ വിത്ത് 3D10 ഫുൾഫിൽഡ് കോൺഫിഗറേഷൻ. സോ കോപ്പർ മെറ്റൽ ഇൻ ദ ഫസ്റ്റ്, ഇതേ കേസ് അവിടെ ഇതിപ്പോൾ കോപ്പറിന് സ്ഥിതി. നമ്മൾ ക്രോമിയത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ 3D, അതായത് ഇപ്പോൾ ആർഗൺ എഴുതി, പിന്നെ എന്താണ് 4s1 ഉണ്ട്, അതേപോലെ 3D5 ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ക്രോമിയം എന്താ ചെയ്യുക, ഈ ഇലക്ട്രോൺസിനെ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇതിപ്പോൾ 3D5 എന്ന് മാത്രമേ. 3D5 എന്ന് പറയുന്ന ഹാഫ് ഫീൽഡ് സ്റ്റെബിലിറ്റി ആടോ. ഫുൾ ഫീൽഡ് സ്റ്റെബിലിറ്റി അത്ര ഇല്ലേ പോലും, ഹാഫ് ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ കുറച്ചൊരു സ്റ്റെബിലിറ്റി അയാൾക്ക് ഉണ്ടാവും എന്തായാലും.
അപ്പോൾ ഒന്നിക്കൽ ഫുൾഫിൽ സ്റ്റെബിലിറ്റി 3D10 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹാഫ് ഫിൽ സ്റ്റെബിലിറ്റി 3D5 എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ എന്ത് ചെയ്യും, ഈ ഹാഫ് ഫിൽഡ് ഫുൾഫിൽ സ്റ്റെബിലിറ്റി ഇടേണ്ടിട്ട് എങ്ങനെയെങ്കിലും ഈ 4s1 ഇലക്ട്രോൺ എങ്ങനെയെങ്കിലും തൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്താണ് പോക്കേണ്ടത് ശ്രമിക്കും. അതുകൊണ്ടാണ് ഇവർ ദീസ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ദീസ് മെറ്റൽസ് ഷോ എന്താണ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി സോ ദാറ്റ് ദേ ക്യാൻ അച്ചീവ് എ സ്റ്റേബിൾ കോൺഫിഗറേഷൻ. ഇതാണ് ഈ ക്വസ്റ്റൻ ആൻസർ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഇനി അടുത്തൊരു പാർട്ട് കാണാം. തൽക്കാലത്തേക്ക് എന്താണ് ഗുഡ് ബൈ ഫോർ നൗ.